ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ എല്ലാ നിലയിലും സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് ചില നീക്കങ്ങൾ നടത്തിയത് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ചീഫ് സെക്രട്ടറിയും പിന്നെ കോഴിക്കോട് ജില്ലാ കലക്ടറും പിന്നെ മറ്റു ഉദ്യോഗസ്ഥരും മന്ത്രിമാരും എല്ലാ നിലയിലും ഇടപെട്ടിട്ടുണ്ട്. പിന്നെ ജനപ്രതിനിധികൾ എല്ലാവരും ആ നിലയിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട്. കേരളമാകെ ലോകത്താകെയുള്ള മലയാളികളാകെ വലിയ മാനസികമായ പ്രയാസത്തോടു കൂടിയാണ്, ആശങ്കയോടു കൂടിയാണ് ഈ വിഷയത്തിൽ മനസ്സും ശരീരവും നൽകിയിട്ടുള്ളത്. പലരും ആ പ്രയാസം പങ്കുവച്ചിട്ടുമുണ്ട്. സാധ്യമാകുന്ന എല്ലാ ഇടപെടലുകളും നടത്തണമെന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും നിലപാട്. അത് അറിയിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഇടപെടലുകൾ തുടർച്ചയായി എല്ലാ നിലയിലും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പ്രതികൂലമായൊരു കാലാവസ്ഥയാണ്, നല്ല മഴയാണ്, അടിയൊഴുക്ക് ശക്തമാണ്. ഇപ്പോൾ ആർമി ആയാലും നേവി ആയാലും മറ്റ് സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട്. എന്നാൽ നേവിക്ക് അവരുടെ ഡൈവേഴ്സിന് ഈ പ്രതികൂല കാലാവസ്ഥയിൽ പുഴയിൽ ഇറങ്ങാൻ പറ്റാത്ത ചില സാഹചര്യം അവർ ശ്രദ്ധപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ചെയ്യേണ്ടതുണ്ട് എന്നാണ് പൊതുവേ സംസ്ഥാന സർക്കാർ തന്നെ മുന്നോട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഫാൻ ഡൂൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം അതിപ്പോൾ നാളെ ഒരു 10-10:30 മണിയോടുകൂടി രാവിലെ നടത്താനാകുമെന്നുള്ളതാണ് കാണുന്നത്. എന്നാൽ എന്തൊക്കെ സാധ്യത ഇനിയും നമുക്ക് ഈ രക്ഷാദൗത്യം ലക്ഷ്യത്തിലെത്തിക്കുന്നതിന് അർജുനും മറ്റ് 2 പേരും അങ്ങനെ 3 പേർ അവരെ കണ്ടെത്തുന്നതിന് എന്തൊക്കെ സാധ്യതകൾ ഉപയോഗിക്കാനാവുമോ അതൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ആ നിലപാട് ഇന്ന് യോഗത്തിൽ അറിയിച്ചിരുന്നു. യോഗത്തിൽ ബഹുമാനിയായ ജില്ലാ കലക്ടർ പങ്കെടുത്ത് വളരെ പോസിറ്റീവായിട്ടാണ് അവർ ഈ വിഷയത്തെ കണ്ടത്. മറ്റു ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, പോലീസ് സൂപ്രണ്ട് ഉണ്ടായിരുന്നു, കോഴിക്കോട് MP ഉണ്ടായിരുന്നു, മഞ്ചേശ്വരം MLA ഉണ്ടായിരുന്നു. എനിക്കൊപ്പം ഇപ്പോൾ ഇവിടെയുള്ള 2 MLA-മാർ അതിനകത്ത് പങ്കെടുത്തു. അങ്ങനെ ആ യോഗം കഴിഞ്ഞ് ഞങ്ങൾ സ്ഥലം സന്ദർശിച്ചിരുന്നു, അവിടെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ അർജുൻ്റെ സഹോദരനും അളിയനും മറ്റ് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. അവർക്ക് ചില പ്രയാസങ്ങൾ, ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. ബഹുമാന്യ കലക്ടറുമായി ഇപ്പോൾ കുറച്ച് നേരത്തെ ഞങ്ങൾ ആദ്യം ചർച്ച നടത്തി. 2 MLA-മാർ എനിക്കൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം അർജുൻ്റെ കുടുംബാംഗങ്ങളെ ആ യോഗത്തിലേക്ക് വിളിച്ചവിടെ ഇരുത്തി അവരുമായി സംസാരിച്ച് കലക്ടറോട് അവർക്കുള്ള ആശങ്കകൾ അവർ പങ്കുവെച്ചു. കാരണം അവർക്ക് ഒരുപാട് മാനസിക പ്രയാസം ഉണ്ടാവില്ല മാത്രം, അവർക്ക് തുറന്നു പറയണമല്ലോ. അപ്പം അവരുടെ ആശങ്കകൾ, അവരുടെ ചില പ്രതീക്ഷകൾ, അവരുടെ ചില നിർദ്ദേശങ്ങളൊക്കെ അവർ പങ്കുവെച്ചു. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം, അവർക്ക് ഇപ്പോൾ ഈ സ്ഥലത്ത് എത്താൻ അവർക്ക് സാങ്കേതികമായി എന്തെങ്കിലും രക്ഷാദൗത്യത്തിൽ സംഭാവന നൽകാൻ പറ്റുമെന്ന് കരുതിയിട്ടല്ല. എന്നാൽ അവർക്ക് അവരുടെ ഒരു മാനസികമായ ഒരു പ്രയാസം, ഒരു അവസ്ഥയും നമ്മൾ കാണണം. ആ നിലയിൽ അവർക്ക് കൂടി അവിടെ എത്തിപ്പെടാൻ, അവരെ തടയാതിരിക്കാൻ, അവരെന്ന് പറഞ്ഞാൽ വലിയൊരു നമ്പറൊന്നുമില്ല, 2-3 പേർ അവരെ അവിടെ എത്തിക്കാൻ അവർക്കൊരു പാസ് സൗകര്യം കൊടുക്കണം എന്ന ന്യായമായ ആവശ്യം കലക്ടർ അംഗീകരിച്ചു. നാളെ മുതൽ ഈ പറയുന്ന രക്ഷാദൗത്യം നടക്കുന്ന സമയത്ത് ഇതിനടക്കമുള്ളവർക്ക് അവിടെ എത്താം അല്ലേ? അവരെ കൂടി വിശ്വാസത്തിലെടുക്കുകയാണ് ദൗത്യ സംഘം. അവിടെ എത്താൻ വേണ്ടി പറ്റി. ഇപ്പോൾ കുറച്ച് നേരത്തെ ഞങ്ങൾ ചേർന്ന യോഗത്തിൽ എടുത്ത തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായി അവർക്ക് അവിടെ എത്താം, അവരെ ആരും തടയില്ല എന്നുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടു. അതിനുശേഷം അവർ പറഞ്ഞ ചില പ്രശ്നങ്ങളുണ്ട്, അത് പോലീസുമായിട്ട് കൂടി ചർച്ച ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഭാഗമായി പോലീസ് സൂപ്രണ്ടുമായി ഞങ്ങളാദ്യം ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ ഭാഗമായി പോലീസ് സൂപ്രണ്ടുമായി ചില കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഈ കുടുംബാംഗങ്ങളെ കൂടി ആ യോഗത്തിലേക്ക് വിളിച്ചു. അവരും പോലീസും ആയിട്ടുള്ള ചില കാര്യങ്ങൾ, നേരത്തെ നടന്ന കാര്യങ്ങൾ ഉൾപ്പെടെ സംസാരിച്ചു. അതിലും ഒരു ധാരണ പൊതുവേ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഒരു പ്രത്യേകമായ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കിക്കൊണ്ട് പോലീസ് ഇടപെടും എന്ന കാര്യം പോലീസ് സൂപ്രണ്ട് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഒക്കെ വളരെ ആത്മവിശ്വാസമാണ് ആ കുടുംബത്തിന് നൽകിയിട്ടുള്ളത്. മിനിസ്റ്റർ, അതായത് എനിക്ക് ഓർമ്മയുണ്ട് ആദ്യത്തെ ദിവസം അഭിജിത്ത് അർജുന്റെ അനിയൻ അവിടെ ഇരിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഞാൻ വണ്ടിയുടെ പുറത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ചില പോലീസ് ഉദ്യോഗസ്ഥർ റീല് കണ്ടുകൊണ്ടിരുന്നു, എനിക്കത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് അഭിജിത്ത് പറയുന്നുണ്ടായിരുന്നു. ചെറിയ കുഞ്ഞാണല്ലോ, നമുക്ക് മനസ്സിലാവും, നമ്മളെക്കാളൊക്കെ എത്രയോ ഇളയ ആളാണ്. അപ്പോൾ ആ മാനസിക വിഷമം അടക്കം പോലീസിന്റെ സമീപനത്തിലടക്കം മാറ്റം ഉണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായി അല്ലേ? അതെ, ഞാനതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ഇപ്പോൾ കിടക്കുന്നില്ല. അപ്പോൾ കുറേ കൂടി ആ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടാം എന്നുള്ളതാണ് പൊതുവേ പോലീസ് പറഞ്ഞിട്ടില്ല. ആ നിലയിൽ തന്നെയാണ് അവർ ഇടപെട്ട് വരുന്നത് എന്നുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെന്നുള്ളത് പറഞ്ഞു. അതോടൊപ്പം ഇപ്പോൾ തുടക്കം മുതലേ ഞങ്ങളെല്ലാവരും ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് മലയാളികളായിട്ടുള്ള സുഹൃത്തുക്കൾ വിളിക്കുന്നുണ്ട്.
കുടുംബമായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ വീടുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെയും അവർക്ക് ഇപ്പോൾ ജനപ്രതിനിധികളുള്ളത് അവർക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകിയ കാര്യമാണ്. ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ. എന്നാൽ ഈ ഇപ്പോൾ ലിൻഡോവും സച്ചിനും മടങ്ങുമ്പോൾ ഒരു പുതിയ ടീം MLA-മാർ ഇവിടേക്ക് വരും. ആ നിലയിൽ തന്നെ വരാനുള്ള പദ്ധതികൾ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുമായി സംസാരിച്ച് പോകാൻ സാധിക്കുന്ന നിലയിലേക്ക് പറ്റും. ഇപ്പോൾ കല്യാശ്ശേരി MLA വിജിൻ ഇങ്ങോട്ട് പുറപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ മറ്റേ ആളുകൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കൊക്കെ പറയാനും അവർക്ക് സംസാരിക്കാനും ഇടപെടാനും ഒക്കെ പറ്റുന്ന നിലയിലേക്ക് ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് നടന്ന ചർച്ചയും വളരെ പോസിറ്റീവായിരുന്നു. കുടുംബത്തിന് നല്ല പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകാൻ പറ്റിയ ചർച്ചയായിരുന്നു. ഇനി നമ്മൾ എല്ലാ സാധ്യതയും ഉപയോഗിക്കണം. എന്തൊക്കെയാണോ സാധ്യത അത് മുഴുവൻ ഉപയോഗിച്ച് പോകാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. അത് എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. അപ്പോൾ മാധ്യമ സുഹൃത്തുക്കളൊക്കെ തന്നെ ഒരുപാട് ദിവസമായി ഇവിടെ മഴയും കൊണ്ട് പ്രയാസം അനുഭവിച്ച് നിൽക്കുന്നതാണ്. എല്ലാം ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഈ രക്ഷാദൗത്യം അതിൻ്റെ ലക്ഷ്യത്തിലെത്തണം. അതിനെല്ലാവരും ഒന്നിച്ച് നിൽക്കണം. യോജിക്കാവുന്ന എല്ലാ സംവിധാനങ്ങളെ യോജിപ്പിക്കണം. ഇതാണ് സംസ്ഥാന സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടുമായി ഇനി മുന്നോട്ട് പോകാം. ഞങ്ങളൊരു ടീമായി തന്നെയാണ് കാര്യങ്ങൾ ആലോചിച്ചത്. കോഴിക്കോട് MP ശ്രീ MK രാഘവൻ, മഞ്ചേശ്വരം MLA ശ്രീ അഷറഫ്, അതുപോലെ തന്നെ തിരുവമ്പാടി MLA ശ്രീ ലിൻഡോ ജോസഫ്, ബാലുശ്ശേരി MLA ശ്രീ സച്ചിൻ ദേവ്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനിയും ആ നിലയിൽ തന്നെയാണ്. ഇവിടുത്തെ പ്രദേശത്തെ MLA അദ്ദേഹവും വളരെ നല്ല നിലയിൽ ഇടപെട്ടിട്ടുണ്ട്. ഇവിടുത്തെ ജില്ലാ കലക്ടർ ഇടപെട്ടിട്ടുണ്ട്. പോലീസ് സൂപ്രണ്ട് ഞങ്ങൾക്കൊപ്പം ഇത്രയും നേരം ഉണ്ട്. ഇപ്പോൾ അങ്ങോട്ട് മാറിയതാണ്. അപ്പോൾ ഒരു ടീമായി തന്നെ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാനാകുമോ അതൊക്കെ ചെയ്യണം. എല്ലാ ശ്രമവും നടത്തണം. പ്രതീക്ഷ നഷ്ടപ്പെടാതെ എല്ലാ ഇടപെടലും നടത്തണം എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മിനിസ്റ്റർ, ഇപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതലധികം പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ചോദ്യം എന്ന് പറയുന്നത് 10-11 ദിവസമാകുന്നു ഇവർക്ക് ഈ പറയുന്ന നേവി അടക്കമുള്ളവർക്ക് NDRF അടക്കമുള്ളവർക്കൊക്കെ ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ചെയ്തു. ഇവരിനി എത്ര ദിവസം ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും? കയ്യകലത്തുണ്ട് അർജുൻ, പക്ഷേ വീണ്ടെടുക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ട് എന്ന്. ശരിയാണ്, ഈ പറയുന്ന അടിയൊഴുക്കിന്റെയൊക്കെ സാങ്കേതികപരമായ പ്രശ്നമുണ്ട്. ആത്മഹത്യാപരമായിരിക്കും ദൗത്യ സംഘത്തിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശ്രമം നടത്തിയാലെന്നാണ് നേരത്തെ ദൗത്യ സംഘ തലവൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നിരുന്നാലും ഈ 3 പേരുടെ വീണ്ടെടുക്കലുമായി ബന്ധപ്പെട്ട ദൗത്യം മുന്നോട്ട് തന്നെ പോകും അല്ലേ? തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം. നമുക്ക് ഇപ്പം നേവിയുടെ തന്നെ മറ്റ് സാധ്യതകൾ അല്ലെങ്കിൽ മറ്റ് രക്ഷാദൗത്യത്തിൻ്റെ വൈദഗ്ധ്യമുള്ള മറ്റ് സാധ്യതകൾ അത് എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് എല്ലാ നിലയിലും ഇവിടെ ഇടപെടാനും ശ്രമിക്കാനും പറ്റേണ്ടതുണ്ട്. ആ നിലയിൽ എന്തൊക്കെയാണോ സാധിക്കുക അതൊക്കെ നമുക്ക് കൊണ്ടുവരാനും ഇടപെടാനും പറ്റണം. നിങ്ങൾക്കൊക്കെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാം. അങ്ങനെ നമുക്ക് ഒരു ശ്രമം എല്ലാ നിലയിലും ഇതുവരെ നടത്തിയതുപോലെ ഇനിയും തുടരണം. അതാണ് ഇതിൽ പൊതുവെ. നേരത്തെ അങ്ങയോടൊപ്പം നിന്ന് സംസാരിക്കുന്ന സമയത്ത് അവിടുത്തെ MLA ശ്രീ സതീഷ് കൃഷ്ണ സെയിൽ പറയുന്നുണ്ടായിരുന്നു, കൃത്യമായി ഈ പറയുന്ന ട്രക്കിൻ്റെതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ചിത്രങ്ങളടക്കം കിട്ടി എന്നുള്ളത്. ഔദ്യോഗികമായി തന്നെ ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ടോ മിനിസ്റ്റർ? അല്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പല ചർച്ചകളും നടത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ നടത്തി നമുക്ക് തുടർന്നും മുന്നോട്ട് പോകും. നാളെ ഇപ്പോൾ കുറേ കൂടി കാര്യങ്ങൾ നമുക്ക് വ്യക്തത വരുത്താൻ സാധിക്കുന്ന നില തുടർന്നുള്ള ദിവസങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. മിനിസ്റ്റർ, ഇന്ന് അർജുന്റെ കുടുംബവുമായി സംസാരിച്ചോ? അതെ, ഞാൻ ഇന്നലെ അർജുൻ്റെ വീട്ടിൽ പോയിരുന്നു. ഇന്ന് ഇവിടെ അർജുൻ്റെ ബ്രദറിലോ ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. അദ്ദേഹം ഉണ്ട്, അനിയനുണ്ട്, അതുപോലെ തന്നെ മറ്റു കുടുംബാംഗങ്ങളുണ്ട്. അവർ സംസാരിച്ചു എന്ന് മാത്രമല്ല, കലക്ടറുമായി പ്രത്യേക യോഗം, അവരെ കൂടി കലക്ടർക്കൊപ്പം ഇരുത്തി ഞങ്ങളും കൂടി ഇരുന്ന് ഒരു കാര്യങ്ങൾ അവർക്ക് പറയാനുള്ളത് തുറന്ന് പറയാന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിനത് വലിയൊരു ആശ്വാസമായിരിക്കും. നമ്മൾ ആ ഒരു മാനസികാവസ്ഥ കൂടി കാണേണ്ടതുണ്ടല്ലോ. അത് വളരെ നല്ല നിലയിൽ അവർക്ക് പറയാനുള്ളതൊക്കെ അവർ തുറന്നു പറഞ്ഞു. അതിനുശേഷം പോലീസായിട്ടുള്ള ചില വിഷയങ്ങൾ SP ആയിട്ട് ആദ്യം ഞങ്ങൾ സംസാരിച്ചു, കുടുംബാംഗങ്ങളായിട്ട് വേറെ സംസാരിച്ചു, പിന്നെ 2 പേരെ ഇരുത്തി സംസാരിച്ചു. അത് അവർക്ക് ഒരു ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. അവരൊരു മാനസികമായ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണമല്ലോ.